ഫോറക്സ് മാർക്കറ്റിൽ ആക്യുറേറ്റ് ആ ടൈം ഫ്രെയിം വരുന്നത് 30 1 hour ആണ്. ഇന്നത്തെ ഗോൾഡിന്റെ പെർഫോമൻസ് ആണ്. ഇന്നത്തെ ഗോൾഡ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 3 ദിവസം അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിന്റെ 30 മിനിറ്റ്സ് നമുക്ക് ലാസ്റ്റ് തന്നിരിക്കുന്ന സിഗ്നൽ നമുക്ക് തന്നിരിക്കുന്ന 11th മോർണിംഗിൽ 7 o'clock തന്ന സിഗ്നൽ കൺഫേം ആയത് നമുക്ക് ക്ലോസിംഗ് ലെവലാണ്. അവിടുന്ന് മാർക്കറ്റ് നല്ല അപ് ട്രെൻഡ് ആ കണ്ടിന്യൂഷൻ പോയത് നമുക്ക് 3 ദിവസമായിട്ട് കണ്ടിന്യൂഷൻ ആണ്. മാർക്കറ്റ് ഇന്നും അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് 240 പോയിന്റ്സുള്ള അപ് ട്രെൻഡ് കയറി നിൽക്കുവാണ്. സിഗ്നൽ വന്ന സമയത്ത് സൈഡ് വേസ് ആണ് അവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. സിഗ്നൽ വന്ന സമയത്ത് ക്യാൻഡിൽ അവിടെ ഗ്രീൻ ആയിരുന്നില്ല, താഴത്തെ ബാർ കളർ ഗ്രീൻ, ബാർ കളർ രണ്ട് കൺഫേം ആയി വന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് കയറി അവിടുത്തെ പിറ്റേ ദിവസം മാർക്കറ്റ് കയറി. പക്ഷെ ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള 30 മിനിറ്റ്സിന്റെ ആ കൺഫർമേഷൻ ലെവൽസ് നമുക്ക് ഇപ്പോഴും നമുക്ക് ബൈ കണ്ടിന്യൂഷൻ ആയി തുടരുന്നു. അപ്പം ഇന്ന് രാവിലെ മോർണിംഗ് ചെറിയൊരു പുൾ ബാക്ക് വന്ന് രണ്ടാമത് കയറുകയും ചെയ്തു. അപ്പം നമുക്ക് കണ്ടിന്യൂഷൻ രണ്ടാമത് എടുക്കുന്നവർക്ക് നമുക്ക് കണ്ടിന്യൂഷൻ മാർക്കറ്റ് ട്രേസ്മെന്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ 423 കയറിയതാണ്. അവിടെ നിന്ന് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ഈ ലാസ്റ്റ് റിട്രേസ്മെന്റ് പിടിച്ച നല്ലൊരു എൻട്രി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 1 hour നോക്കുകയാണെങ്കിൽ 1 hour കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഡൗൺ തന്നെയായിരുന്നു. ഇപ്പം ലാസ്റ്റ് നമുക്ക് 11th സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ആ സിഗ്നൽ കണ്ടിട്ട് ആ ക്ലോസിംഗ് ലെവലിൽ 30 മിനിറ്റ്സ് അതിന് മുമ്പ് തന്നു. പക്ഷെ 1 hour നമുക്ക് ആ സമയത്താണ് തന്നത് കറക്റ്റായിട്ട്. അവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി. ഇപ്പം 2-3 ദിവസമായിട്ട് അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് ഇപ്പം റീ എൻട്രി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റീ എൻട്രി സൈസ് ആണ് തരുന്നത്. കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള സോഫ്റ്റിന്റെ കൺഫർമേഷൻ നമുക്ക് അവിടെ തരും.